ഹായ് ഫ്രണ്ട്സ്, NSN ജോബ് വേൾഡിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ പരാമർശിക്കുന്നത് കേരള ഗവൺമെന്റിന്റെ എക്സൈസ് വകുപ്പിൽ എക്സൈസ് ഇൻസ്പെക്ടർ തസ്തികയിലേക്ക് സ്ഥിര നിയമനത്തിനായുള്ള വിജ്ഞാപനം വന്നിട്ടുണ്ട്. ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടത്. അപേക്ഷിക്കേണ്ട അവസാന തീയതി 3/9/2025. വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപ് ഒരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ. നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്യുന്ന കാര്യത്തിൽ ഉപേക്ഷ വിചാരിക്കരുത്. വിജ്ഞാപനത്തിന്റെ വിശദാംശങ്ങൾ നോക്കാം. കാറ്റഗറി നമ്പർ 187/2025. വകുപ്പ് എക്സൈസ്. ഉദ്യോഗ പേര് എക്സൈസ് ഇൻസ്പെക്ടർ ട്രെയിനി. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഭിന്നശേഷിക്കാരായ ഉദ്യോഗാർത്ഥികൾ ഈ വിജ്ഞാപന പ്രകാരം അപേക്ഷിക്കുവാൻ അർഹരല്ല. ശമ്പളം 43,400 രൂപ മുതൽ 91,200 രൂപ വരെ. ഒഴിവുകളുടെ എണ്ണം 6. നിയമന രീതി നേരിട്ടുള്ള നിയമനം. പ്രായപരിധി 19 വയസ്സിനും 31 വയസ്സിനും മധ്യേ. ഉദ്യോഗാർത്ഥികൾ 2/1/1994 1/1/2006 ഇടയിൽ ജനിച്ചവരായിരിക്കണം. SC ST മറ്റ് പിന്നോക്ക വിഭാഗക്കാർക്ക് നിയമാനുസൃതമായ വയസ്സളവ് ഉണ്ടായിരിക്കുന്നതാണ്. ഇനി യോഗ്യതകൾ നോക്കാം. വിദ്യാഭ്യാസ യോഗ്യത ഒരു അംഗീകൃത സർവകലാശാലയിൽ നിന്നുമുള്ള BA BSc BCom ബിരുദമോ തത്തുല്യ യോഗ്യത ഉണ്ടായിരിക്കണം. വിമുക്ത ഭടന്മാർക്ക് കുറഞ്ഞ യോഗ്യത SSLC മതിയാകുന്നതാണ്. ശാരീരിക യോഗ്യതകൾ നോക്കാം. ആയാസകരമായ പുറംജോലികൾ ചെയ്യുന്നതിനുള്ള ശാരീരിക ക്ഷമത ഉണ്ടായിരിക്കണം. കൂടാതെ ഇനി പറയുന്ന ശാരീരിക യോഗ്യതകൾ കൂടി ഉണ്ടായിരിക്കണം. പുരുഷന്മാർ ഉയരം 165 സെന്റിമീറ്റർ. SC വിഭാഗ ഉദ്യോഗാർത്ഥികൾക്ക് ഉയരം 160 സെന്റിമീറ്റർ. ഇനി നെഞ്ചളവാണ് പറയുന്നത്. സാധാരണ നെഞ്ചളവ് 81 സെന്റിമീറ്റർ. നെഞ്ചളവ് വികാസം 5 സെന്റിമീറ്റർ. ഇനി സ്ത്രീകൾക്ക് ഉയരം 152 സെന്റിമീറ്റർ. SC വിഭാഗ ഉദ്യോഗാർത്ഥികൾക്ക് 150 സെന്റിമീറ്റർ. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, SC ST ഉദ്യോഗാർത്ഥികൾക്ക് നെഞ്ചളവുമായി ബന്ധപ്പെട്ട യാതൊരുവിധ ഇളവും അനുവദിക്കുന്നതല്ല. കണ്ണടയില്ലാതെ ഇനി പറയുന്ന കാഴ്ചശക്തി ഉള്ളതായി സാക്ഷ്യപ്പെടുത്തിയിരിക്കണം. ദൂരക്കാഴ്ച ഇടത് കണ്ണിനും വലത് കണ്ണിനും 6/6 സ്നെല്ലൻ. സമീപ കാഴ്ച ഇടത് കണ്ണിനും വലത് കണ്ണിനും 0.5 സ്നെല്ലൻ. ഓരോ കണ്ണിനും പൂർണ്ണമായ കാഴ്ചശക്തി ഉണ്ടായിരിക്കണം. വർണ്ണാന്ധത, കോങ്കണ്ണ് അല്ലെങ്കിൽ കണ്ണിന്റെയോ കൺപോളകളുടെയോ അനാരോഗ്യകരമായ അവസ്ഥ എന്നിവ അയോഗ്യതയായി കണക്കാക്കുന്നതാണ്. മുട്ടുതട്ട്, പരന്ന പാദം, ഞരമ്പ് വീക്കം, വളഞ്ഞ കാലുകൾ, വൈകല്യമുള്ള കൈകാലുകൾ, ഉന്തിയ പല്ലുകൾ, കേൾവിയിലും സംസാരത്തിലുമുള്ള വൈകല്യങ്ങൾ എന്നിങ്ങനെയുള്ള ശാരീരിക ന്യൂനതകൾ ഉണ്ടാകുവാൻ പാടില്ല. ഒരു സർക്കാർ ആശുപത്രിയിലെ സിവിൽ സർജൻ ഗ്രേഡ് 2 റാങ്കിൽ കുറയാത്ത മെഡിക്കൽ ഓഫീസറിൽ നിന്നും ശാരീരിക ക്ഷമത, കാഴ്ചശക്തി എന്നിവ പരിശോധിച്ച് സാക്ഷ്യപ്പെടുത്തിയ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കമ്മീഷൻ ആവശ്യപ്പെടുന്ന സമയത്ത് ഹാജരാക്കേണ്ടതാണ്. ഇനി കായികക്ഷമതാ പരീക്ഷ. മുൻപ് പറഞ്ഞിട്ടുള്ള യോഗ്യതകൾക്ക് പുറമെ ഓരോ ഉദ്യോഗാർത്ഥിയെയും കായികക്ഷമതാ പരീക്ഷയ്ക്ക് വിധേയമാക്കുന്നതാണ്. ഉദ്യോഗാർത്ഥികൾ നാഷണൽ ഫിസിക്കൽ എഫിഷ്യൻസി 1 സ്റ്റാർ നിലവാരത്തിലുള്ള ടെസ്റ്റിലെ ഇനി പറയുന്ന 8 ഇനങ്ങളിൽ ഏതെങ്കിലും 5 ഇനങ്ങളിൽ യോഗ്യത നേടിയിരിക്കണം. പുരുഷ ഉദ്യോഗാർത്ഥികൾക്കുള്ള കായികക്ഷമതാ പരീക്ഷ ഇനങ്ങൾ: 100 മീറ്റർ ഓട്ടം 14 സെക്കൻഡ്, ഹൈ ജമ്പ് 132.20 സെന്റിമീറ്റേഴ്സ്, ലോങ് ജമ്പ് 457.20 സെന്റിമീറ്റേഴ്സ്, പുട്ടിംഗ് ദ ഷോട്ട് 7264 ഗ്രാം 609.60 സെന്റിമീറ്റേഴ്സ്, ക്രിക്കറ്റ് ബോൾ ത്രോയിങ് 6096 സെന്റിമീറ്റേഴ്സ്, റോക്ക് ക്ലൈംബിംഗ് കൈകൾ മാത്രം ഉപയോഗിച്ച് 365.80 സെന്റിമീറ്റേഴ്സ്, പുള്ളപ്പ് അഥവാ ചിന്നിങ് 8 തവണ, 1500 മീറ്റർ ഓട്ടം 5 മിനിറ്റ് 44 സെക്കൻഡ്. ഇനി വനിതാ ഉദ്യോഗാർത്ഥികൾക്കുള്ള കായികക്ഷമതാ പരീക്ഷ ഇനങ്ങൾ: 100 മീറ്റർ ഓട്ടം 17 സെക്കൻഡ്, ഹൈ ജമ്പ് 106 സെന്റിമീറ്റേഴ്സ്, ലോങ് ജമ്പ് 305 സെന്റിമീറ്റേഴ്സ്, പുട്ടിംഗ് ദ ഷോട്ട് 4 കിലോഗ്രാം 488 സെന്റിമീറ്റേഴ്സ്, 200 മീറ്റർ ഓട്ടം 36 സെക്കൻഡ്, ത്രോയിങ് ദ ത്രോ ബോൾ 1400 സെന്റിമീറ്റർ, ഷട്ടിൽ റേസ് 25x4 മീറ്റർ 26 സെക്കൻഡ്, സ്കിപ്പിംഗ് 1 മിനിറ്റിൽ 80 തവണ. പ്രൊബേഷൻ. നിയമനം ലഭിക്കുന്ന ഓരോരുത്തരും ഉദ്യോഗത്തിൽ പ്രവേശിക്കുന്ന തീയതി മുതൽ തുടർച്ചയായ 3 വർഷത്തിനുള്ളിൽ 2 വർഷക്കാലം പ്രൊബേഷനിലായിരിക്കും. പരിശീലനം. നേരിട്ടുള്ള നിയമനം വഴി എക്സൈസ് ഇൻസ്പെക്ടർ ട്രെയിനി ആയി നിയമനം ലഭിക്കുന്ന ഉദ്യോഗാർത്ഥികൾ എക്സൈസ് കമ്മീഷണർ അനുശാസിക്കും പ്രകാരം 12 മാസത്തിൽ കുറയാതെയുള്ള കാലത്തേക്ക് പരിശീലനത്തിന് വിധേയരാകേണ്ടതാണ്. പരിശീലന കാലത്ത് പ്രൊബേഷനും ഇൻക്രിമെന്റും കണക്കാക്കുന്നതാണ്. പരീക്ഷ. ഈ തസ്തികയിലേക്ക് നിയമിക്കപ്പെടുന്നവർ നിലവിൽ ടെസ്റ്റ് പാസ്സായിട്ടില്ലെങ്കിൽ പ്രൊബേഷൻ കാലത്തിനുള്ളിൽ അക്കൗണ്ട് ടെസ്റ്റ് ലോവർ, എക്സൈസ് ടെസ്റ്റ് പാർട്ട് A ആൻഡ് B, ഡിസ്ട്രിക്ട് ഓഫീസ് മാനുവൽ അല്ലെങ്കിൽ മാനുവൽ ഓഫ് ഓഫീസ് പ്രൊസീജിയർ എന്നിവ പാസ്സായിരിക്കേണ്ടതാണ്. അപേക്ഷ അയക്കേണ്ട രീതി നോക്കാം. ഉദ്യോഗാർത്ഥികൾ കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ ഔദ്യോഗിക വെബ്സൈറ്റായ www.keralapsc.gov.in വഴി ഒറ്റത്തവണ രജിസ്ട്രേഷൻ പ്രകാരം രജിസ്റ്റർ ചെയ്ത ശേഷമാണ് അപേക്ഷിക്കേണ്ടത്. രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ അവരുടെ യൂസർ ഐഡിയും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത ശേഷം സ്വന്തം പ്രൊഫൈലിലൂടെ അപേക്ഷിക്കേണ്ടതാണ്. ഓരോ തസ്തികയ്ക്ക് അപേക്ഷിക്കുമ്പോഴും പ്രസ്തുത തസ്തികയോടൊപ്പം കാണുന്ന നോട്ടിഫിക്കേഷൻ ലിങ്കിലെ അപ്ലൈ നൗ എന്നതിൽ മാത്രം ക്ലിക്ക് ചെയ്യുക. പുതിയതായി പ്രൊഫൈൽ ആരംഭിക്കുന്ന ഉദ്യോഗാർത്ഥികൾ 6 മാസത്തിനുള്ളിൽ എടുത്ത ഫോട്ടോഗ്രാഫ് അപ്ലോഡ് ചെയ്യേണ്ടതാണ്. ഫോട്ടോയുടെ താഴെ ഉദ്യോഗാർത്ഥിയുടെ പേരും ഫോട്ടോ എടുത്ത തീയതിയും വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കണം. നിശ്ചിത മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് അപ്ലോഡ് ചെയ്ത ഫോട്ടോയ്ക്ക് അപ്ലോഡ് ചെയ്ത തീയതി മുതൽ 10 വർഷക്കാലത്തേക്ക് പ്രാബല്യം ഉണ്ടായിരിക്കും.
ഭാവിയിലെ ഉപയോഗത്തിനായി ഉദ്യോഗാർത്ഥികൾ ഓൺലൈൻ അപേക്ഷയുടെ സോഫ്റ്റ് കോപ്പി അതായത് പ്രിന്റ് ഔട്ട് എടുത്ത് സൂക്ഷിക്കേണ്ടതാണ്. ഉദ്യോഗാർത്ഥികൾക്ക് അവരുടെ പ്രൊഫൈലിലെ മൈ ആപ്ലിക്കേഷൻസ് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് അപേക്ഷയുടെ പ്രിന്റ് ഔട്ട് എടുക്കാവുന്നതാണ്. അപേക്ഷ സംബന്ധമായി കമ്മീഷനുമായി നടത്തുന്ന കത്തിടപാടുകളിൽ അപേക്ഷയുടെ പ്രിന്റ് ഔട്ട് കൂടി സമർപ്പിക്കേണ്ടതാണ്. ആധാർ കാർഡുള്ള ഉദ്യോഗാർത്ഥികൾ തങ്ങളുടെ പ്രൊഫൈലിൽ ആധാർ കാർഡ് തിരിച്ചറിയൽ രേഖയായി നൽകേണ്ടതാണ്. ഇനി ഉദ്യോഗാർത്ഥികൾ പ്രത്യേകം നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം, ഉദ്യോഗാർത്ഥി അപേക്ഷയിൽ അവകാശപ്പെട്ട ജാതി അല്ലെങ്കിൽ സമുദായം SSLC ബുക്കിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതിൽ നിന്നും വ്യത്യസ്തമാണെങ്കിൽ നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ജാതി സർട്ടിഫിക്കറ്റിനോടൊപ്പം ജാതി വ്യത്യാസം സംബന്ധിച്ച ഗസറ്റ് വിജ്ഞാപനം കൂടി പ്രമാണ പരിശോധന സമയത്ത് ഹാജരാക്കണം. കായികക്ഷമതാ പരീക്ഷയുടെ താൽക്കാലിക ഷെഡ്യൂൾ പബ്ലിക് സർവീസ് കമ്മീഷന്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുന്നു. അപേക്ഷകൾ സ്വീകരിക്കുന്ന അവസാന തീയതി 3/9/2025 ബുധനാഴ്ച അർദ്ധരാത്രി 12 മണി വരെ. അപേക്ഷ സമർപ്പിക്കേണ്ട വിലാസം www.keralapsc.gov.in. ഇത്രയും കാര്യങ്ങളാണ് ഈ വിജ്ഞാപനത്തെ പറ്റി പരാമർശിക്കാനുള്ളത്. ഉദ്യോഗാർത്ഥികൾ നോട്ടിഫിക്കേഷൻ കൃത്യമായി വായിച്ചു നോക്കിയതിനു ശേഷം മാത്രം അപ്ലൈ ചെയ്യുക. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ജോലി ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. ഇനി പുതിയൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.